ഇസ്രായേൽ തുടങ്ങി വെച്ച് അമേരിക്ക ഏറ്റെടുത്ത ഇറാൻ അമേരിക്ക യുദ്ധം അതിന്റെ പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോ മിസൈൽ പോകുന്നില്ല, ബോംബ് വീഴുന്നില്ല, വെട്ടിപ്പൊട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭീകരമായ ഒരു യുദ്ധാന്തരീക്ഷം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, 12ാമത്തെ ദിവസം നമ്മുടെ അടുക്കളയിലേക്ക് അത് ബാധിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോട്ടലുകളെ അത് ബാധിച്ചു. ഇന്നും പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു. വിറക് എന്നൊരു രീതിയിലേക്ക് പലർക്കും മാറാൻ കഴിയുന്നില്ല. അവരുടെ ആധുനിക സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളാണ് പലർക്കും ഉള്ളത്. ഗ്യാസിലാണ് അത് വരുന്നത്. അതുകൊണ്ട് പല സ്ഥാപനങ്ങളും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു, അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ പോലും വലിയ ഭീകരമായ അവസ്ഥയിൽ അതായി. അവരുടെ സാമ്പത്തിക അവസ്ഥ, ദുബായിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കട്ടയും കൂടി മുടങ്ങുന്ന ഒരു അവസ്ഥയിലായി. കാരണം അവരുടെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയിട്ടുള്ള വമ്പൻ ഹോട്ടലുകൾ പോലും മെയിൻ്റനൻസ് എന്ന് കരുതി അടച്ചിടുന്ന സിറ്റുവേഷൻ വന്നു. അതായത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാന്റെയും അമേരിക്കയുടെയും പിടിവാശി തന്നെ, രണ്ടുപേരുടെയും പിടിവാശി തന്നെ. പ്രത്യേകിച്ച് ട്രംപിന്റെ പിടിവാശിയാണ്. ഇറാനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇറാനിലേക്കാണ് കയറി അടിച്ചത്. ഇപ്പോ ഇസ്രായേലിലേക്കോ അമേരിക്കയിലേക്കോ ഇറാൻ കയറി അടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറാനെ കുറ്റം പറയാം. ഇവിടെ മനസമാധാനത്തോടെ പോയിരുന്ന ഒരു രാജ്യത്ത് കയറി അടിച്ചത് കൊണ്ട് നമുക്ക് അവരെ പ്രതിരോധം ചെയ്യുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഏതായാലും ട്രംപ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന് ചെറിയ വിഷയമൊന്നുമല്ല വരുത്തുന്നത്. ഇപ്പോ അതെ അമേരിക്ക ഇറാന് മേൽ ഉപരോധം 40 വർഷം ഉപരോധം നടത്തി അതിനെ പുല്ലുപോലും വകവയ്ക്കാതെ പോയിരുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് മേൽ അവരുടെ സാമ്പത്തിക അവസ്ഥയെ തകർക്കാൻ വേണ്ടി ഉപരോധം നടത്തും. അവരുടെ എണ്ണ കച്ചവടം നടക്കരുത്, അതുകൊണ്ട് നാവിക ഉപരോധം ഞങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇറാൻ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഹോർമോസിൽ പിടിമുറുക്കി ഹോർമോസ് അടച്ചിടുകയും ചെയ്തു. ഇവിടെ യുദ്ധത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ ആവശ്യം ഇറാന്റെ കയ്യിലുള്ള യുറേനിയം അമേരിക്കയ്ക്ക് വേണം, ഇറാന്റെ എണ്ണയിന്മേലുള്ള നിയന്ത്രണവും അമേരിക്കയ്ക്ക് കിട്ടണം. ഈ 2 കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് ഈ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്. ഇപ്പം നാവിക ഉപരോധം മാറ്റണമെന്നുണ്ടെങ്കിൽ, ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം, അമേരിക്ക പറയുന്നത് പോലെ ചെയ്യണം. അതായത് ഇറാൻ ഇനി ആണവ പരീക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഹോർമൂസ് ഇറാന്റെ ഉപരോധത്തിലുമാണ്. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ മേലുള്ള ഉപരോധം അത് തീർക്കണം, അത് മാറ്റിയല്ലാതെ ഞങ്ങൾ ഹോർമൂസ് തുറക്കില്ല, അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുകയുമില്ല. എന്നാൽ അമേരിക്ക പറയുന്നത് യുറേനിയം ഞങ്ങൾക്ക് തരണം, എങ്കിൽ ഞങ്ങൾ നാവിക ഉപരോധം തീർക്കും, അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന പണി എന്ന് പറയുന്നത്, ഇപ്പോൾ പെന്റഗൺ യുദ്ധത്തിന്റെ കണക്ക് പുറത്തുവിട്ടു. ഡെമോക്രാറ്റുകളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കൊല്ലിക്ക് പിടിക്കുകയും ചെയ്യുന്നു. പിന്നെ ട്രംപിനെ ഉറക്കം കെടുത്തുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലാണ്. അതായത് ഇനി ഇറാന്റെ മണ്ണിലേക്ക് യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ, ഒരു ഓലപ്പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇതുവരെ കളിച്ചതൊന്നും ആയിരിക്കില്ല കളി, അമേരിക്ക കളി അറിയും എന്ന് വ്ളാദിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് വിവരം അറിയിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ വേറെ മാർഗമില്ല. കാരണം ഇപ്പോ ഇറാന്റെ ഈ നിലപാട് അമേരിക്കയ്ക്ക് അനുകൂലമായാൽ ലോകത്തെ മുഴുവൻ എണ്ണ വ്യാപാരവും അമേരിക്കയുടെ കയ്യിലാവും. പിന്നെ അമേരിക്ക പറയുന്നതനുസരിച്ച് ലോകം ചലിക്കുള്ളൂ. ഇപ്പൊ തന്നെ ചൈന അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ചില രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഉത്തര കൊറിയ പോലുള്ള ചില രാജ്യങ്ങൾ. മറ്റു രാജ്യങ്ങൾക്ക് പല മേഖലയിലും അമേരിക്കയെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ സാങ്കേതികവിദ്യ ഇല്ലാതെ നിലനിൽക്കാൻ, രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങൾ പോലും ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം വളരെ വിശദമായിട്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണ്. കാരണം അവർക്ക് എണ്ണ ആവശ്യമുണ്ട്, എണ്ണ വിൽക്കേണ്ട ആവശ്യമുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങി അവരുടെ കാൽക്കീഴിലേക്ക് തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് പാടില്ല. തങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്, തങ്ങൾ പരമാധികാര രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ട് അവർ ഇറാനെ സംരക്ഷിക്കുന്നു. അമേരിക്കയ്ക്കാകട്ടെ വലിയ നഷ്ടം മിഡിൽ ഈസ്റ്റിലുണ്ട് താനും. അവരുടെ സൈനിക താവളങ്ങൾ മുഴുവൻ ഇറാൻ നശിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇറാൻ മറ്റൊരു ഭീഷണി കൂടി അമേരിക്കയുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഞങ്ങൾ ജെറാൾഡ് അബ്രഹാം ലിങ്കനൊക്കെ നല്ലോണം പൊട്ടിച്ചതാണ്. ഞങ്ങൾ ഉപരോധത്തിലാക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ച് അയക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. ആളമുട്ടിയ ചേരയും കടിക്കും. അതായത് യുദ്ധം, വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യം ശരി. തങ്ങളുടെ രാജ്യത്തിന് ആ നിലനിൽപ്പിന് ഭീഷണിയായി അമേരിക്ക നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് വിട്ട് ഇറാന് പെരുമാറേണ്ടി വരും എന്ന് അമേരിക്കയെ അറിയിക്കുന്നുണ്ട്, പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പോകില്ല. എബ്രഹാം ലിങ്കനെയും അതുപോലെ ജെറാൾഡിനെയും ഒക്കെ പൊട്ടിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം 4 മിസൈൽ ഇറാന് സാമ്പത്തിക ഉപരോധം ചെയ്യാൻ വേണ്ടി നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള
അമേരിക്കൻ കപ്പലുകളെ തൊടുത്തുവിടാൻ ഇപ്പൊ എന്താ പ്രയാസം അവർക്ക്? ഏതായാലും നിലവിലെ സാഹചര്യം യുദ്ധം നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ്. എണ്ണ, പാചകവാതകം അതിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. അമേരിക്ക ലോകരാജ്യങ്ങളുടെ മേലുണ്ടായിരുന്ന അപ്രമാദിത്വം അവസാനിപ്പിച്ച് ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് ചില പൊട്ടത്തരങ്ങളും ചില മണ്ടത്തരങ്ങളും ഇറക്കി വിടുന്നുണ്ട്. അതിന്റെ ഉദ്ദേശമൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും ട്രംപിന്റെ ആഗ്രഹമല്ലേ, ഇനിയിപ്പോ ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് സ്ട്രൈറ്റ് എന്ന് തന്നെ വിളിക്കാം. അയാൾ അങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു സംശയമുള്ളത്, ട്രംപ് സ്ട്രൈറ്റ് എന്നതിന് പേരിട്ടിട്ടുണ്ടെങ്കിൽ, ട്രംപ് കടലെടുക്ക് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ കടലെടുക്കുന്ന നിയന്ത്രണം എന്തിനാണ് ഇറാനെ ഏൽപ്പിച്ചേക്കുന്നത്? അതിനർത്ഥം ട്രംപിന്റെ നിയന്ത്രണം ഇറാനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? Different angles. Don't forget to subscribe and support this channel.